ചൂടുണ്ട്, നല്ല ചൂടാണ്. നമ്മൾ തുറക്കാൻ പോവാണ്. അയ്യോ അടിപൊളി സ്മെല്ല് മണട്ടക്ക. ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വൈബ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് വൈബ്സിൻ്റെ ഒരു അഡാറായിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ നാടൻ മത്തങ്ങ, വിറ്റാമിൻ എ മുതൽ എല്ലാ വിറ്റാമിൻസും അടങ്ങിയതാണ് നമ്മുടെ മത്തങ്ങ. നമ്മുടെ ഈ മത്തങ്ങ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മത്തങ്ങ ഇതേ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം തുറന്നെടുത്തിട്ട് നമ്മളതിൽ വെജിറ്റബിൾസും നമ്മുടെ സ്വന്തം പൊറാട്ടയും ചപ്പാത്തിയും കുബൂസും പിന്നെ നമ്മുടെ ഹാഫ് വേവിച്ച ചിക്കനും കൂടിയിട്ട് ഇട്ടിട്ട് അതിൻ്റെ മേലെ നമ്മൾ നൈസ് പത്തിരിയും കൂടി വെച്ചിട്ട് നമ്മളിത് അടച്ചിട്ട് വേവിച്ചെടുക്കും. അതാണ് ഇന്നത്തെ അഡാർ ഐറ്റംസ് വീഡിയോ. ഒരു സൂപ്പർ ടേസ്റ്റുള്ള വീഡിയോ ആയിരിക്കും. നമുക്ക് ഈ റെസിപ്പി പരിചയപ്പെടുത്തി തന്നത് നമ്മുടെ സബ്സ്ക്രൈബറാണ്, UAE-യിലുള്ള മലയാളി സബ്സ്ക്രൈബറാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ റെസിപ്പി പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇന്നത്തെ ഈ മത്തങ്ങ വെച്ചിട്ടുള്ള പൊറാട്ട മത്തങ്ങ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തൊരു ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കും ഏതെങ്കിലും റെസിപ്പി വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ ഞങ്ങൾ ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് അടിപൊളി അഡാറ് വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമ്മളധികം സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലോട്ട്. ആദ്യം തന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മത്തയിൽ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ചിക്കനെ ചെറിയ രീതിയിലൊന്ന് മസാല ഇട്ടിട്ട് ഹാഫ് വേവിൽ നമുക്ക് വേവിച്ചെടുക്കാം. ചിക്കനിലേക്ക് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, സ്വല്പം ഇഞ്ചി പേസ്റ്റ്, സ്വല്പം വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. ഹാഫ് വേവിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മുടെ മൂടി ഭാഗം കട്ട് ചെയ്ത് നമ്മുടെ രണ്ടാമത്തെ മത്തി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അയ്യോ അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളുഭാഗം ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പൊറാട്ടയും കുബൂസും പത്തിരും ചിക്കനൊക്കെ കൂടിയിട്ട് നമ്മൾ അടച്ചിട്ട് ഫില്ല് ചെയ്യണത്. ചിക്കൻ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി വെജിറ്റബിൾസ് ഒക്കെ കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. സബോള,
പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചിയുടെ പേസ്റ്റ്, ഇഞ്ചി ചതച്ചത്, ചിക്കനിൽ ഉപ്പിട്ടുണ്ട്, കുറച്ച് ഉപ്പ്, ഗരം മസാലയുടെ പൊടി. ഫില്ല് ചെയ്യുമ്പോൾ പൊറോട്ട ഇതൊക്കെ കൂടി ഫില്ല് ചെയ്യുമ്പോൾ ഈ വെജിറ്റബിൾസ് ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടി ഒന്ന് വെന്ത് വരും. അപ്പോൾ കുറച്ച് ചാട്ട് മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിഴിഞ്ഞു കൊടുക്കുക. മത്തങ്ങയിൽ നമ്മുടെ പൊറോട്ട വെച്ച് കൊടുക്കുമ്പോൾ അതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു കനലിൽ വെന്ത് വരും, നല്ല ടേസ്റ്റായി കറക്റ്റാ. നമ്മുടെ മത്തങ്ങയിലേക്ക് നമുക്ക് നമ്മുടെ ഐറ്റംസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എല്ലാ വെജിറ്റബിൾസും കൂടി നമ്മൾ മസാല ഇട്ടിട്ട് അടിപൊളിയായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. 3 പൊറോട്ട നമ്മൾ ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ വെജിറ്റബിൾസ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു കുബൂസ് വയ്ക്കുക. ഇനി നമുക്ക് ചിക്കൻ്റെ ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്, 2 പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ആവട്ടെ. കവർ ചെയ്തിട്ട് നമ്മുടെ നാടൻ നെയ്സ് പത്തിരി നമ്മളതിൽ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് ഒരു പൊറോട്ട ഇതിൻ്റെ മേലിട്ട് കൊടുക്കുക. അയ്യോ, ഒന്ന് പൊളിക്കും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തതും സെറ്റായിട്ടുണ്ട്. മത്തങ്ങൊക്കെ അടിപൊളിയായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പൊറോട്ടയും ചിക്കനും പത്തിരിയും. ഇനി നമുക്കിത് കനലിൽ വേവിച്ചെടുക്കാം. അങ്ങനെ കുറേ നേരത്തെ ഒരു കത്തിക്കലിന് ശേഷം നമ്മുടെ മത്തൊക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. പുറം ഭാഗമൊക്കെ നന്നായിട്ട് വെന്തക്കണ്. അപ്പോൾ നോഫലേ എടുത്തോ. ആണി അടിച്ചിട്ടുണ്ടായിരുന്നില്ല, പല്ലി കുത്തി, അതൊക്കെ ഉണ്ട്, കുറേയൊക്കെ പോയേക്കണ്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് നമുക്ക് കഴിച്ചു നോക്കാം. എന്താ അവസ്ഥ എന്ന് ഒരു പിടുത്തമില്ല, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഇത് ഓപ്പൺ ചെയ്യാണ്. ചൂടുണ്ട്, നല്ല ചൂടാണ്. അയ്യോ, അടിപൊളി സ്മെല്ലിട്ട് സൂപ്പറായിട്ടുണ്ടല്ലോ. ഇങ്ങോട്ടൊക്കെ ഇതിൻ്റെ മൂടി ഇങ്ങനായി, മൂടി ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഫ്രണ്ട് മേലെ വെച്ചിരുന്ന സംഭവമാണിത്. കളറും മറിയിക്കണം കേട്ടാ. പൊറാട്ടയുടെ ഒക്കെ കളറും മത്തയുടെ ഇതിൽ നിന്ന് വന്നിട്ട് ഇതിലൊക്കെ ഉണ്ടോ കളറും മറിയിക്കണേ. അപ്പോൾ നമുക്ക് പൊറാട്ടനുണ്ട് മാറ്റി വെക്കാം. സെറ്റ് സാധനം കേട്ടാ. ഇത് ഇങ്ങനത്തെ പൊറാട്ട ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ രണ്ടാമത്തെ പൊറാട്ട. അയ്യോ, പൊറാട്ട കൊണ്ടൊക്കെ സെറ്റ് ഇട്ടാ വെന്തിട്ടേ സെറ്റ്. മത്തൻ്റെ ടേസ്റ്റൊക്കെ കൂടിയിട്ടേ നമുക്ക് കഴിച്ചു നോക്കാം. ഇതിൽ വെജിറ്റബിൾസ് എല്ലാ ഐറ്റംസും ഇത് കോഴിമുട്ട പോലെ വന്നിട്ട് പൊറോട്ട. ഇപ്പോൾ ചിക്കൻ്റെ കുറച്ച് പീസൊക്കെ കണ്ട് എടുത്തിട്ടേ രണ്ടും കൂടിയിട്ട് ബിസ്മില്ലാ. അടിപൊളിയിട്ടാണ് ഓഫല്ലേ.
ആ മത്തയുടെ ടേസ്റ്റ് വേറെ അറിയുന്നുണ്ട്. പൊറാട്ട, ചപ്പാത്തി, അല്ല ഹുബൂസ്, പത്തിരിയൊക്കെ എവിടെ പോയെന്നൊരു പിടുത്തില്ല, ഒക്കെ കൂടിയിട്ട് ഇങ്ങോട്ടൊക്കെ. ഇത് കുബൂസാണ്. കുബൂസും പൊറാട്ടയും ഒക്കെ കൂടിയിട്ട് കണ്ട അടിപൊളി മത്ത വിരകിയ പോലെ ഉണ്ട്. സൂപ്പർ അല്ലേ? വെറൈറ്റി ആയിട്ട് മക്കളെ സംഭവം തന്നെ കടാ. പൊറാട്ടൊക്കെ ഉണ്ടല്ലോ ടേസ്റ്റ് ഇട്ടാ. ചിക്കനൊക്കെ നോക്ക്. എരു, പുളി, മത്തയുടെ ടേസ്റ്റ്. ഇതിപ്പോൾ തിന്ന് തീർക്കും ഞാൻ. അടിപൊളിട്ടാ, ഒരു രക്ഷയില്ല. ഇതൊന്ന് ട്രൈ ചെയ്യാൻ വെറുതെ പറയില്ല. സൂപ്പർ റെസിപ്പി. 2 എണ്ണം കൂടി ഉണ്ട്. തകർപ്പൻ കുക്കിംഗ് വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്.